ഹലോ മക്കളെ, +2 റിസൾട്ട് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചപ്പോൾ റിസൾട്ട് ലഭിച്ച് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്ന് അറിയാം. എന്നിരുന്നാലും നമ്മുടെ ഇടയിൽ കുറച്ച് പേർക്കൊക്കെ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെ ചില സബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫെയിൽ ആയിപ്പോയ മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ട് വന്നിരിക്കുകയാണ്. മക്കൾ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എന്താണ് സേ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനെക്കുറിച്ചുള്ള മൊത്തം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതായത് ഇത്ര മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ +2 റിസൾട്ട് വന്ന സമയത്ത് ഒരു സബ്ജക്റ്റിൽ മക്കൾക്ക് ഡി ഗ്രേഡ് ലഭിക്കുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നിങ്ങൾ ഫെയിൽ ആണെന്നാണ്. അതായത് യു ആർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ സേ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ മക്കൾ ഫെയിൽ ആയിട്ടുണ്ടോ, ഇപ്പോൾ 6 സബ്ജക്റ്റും ഫെയിൽ ആണെങ്കിൽ 6നും എന്ത് ചെയ്യാൻ പറ്റും, സേ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇംപ്രൂവ്മെന്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് +1 ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. +1 നമ്മൾ ഇംപ്രൂവ്മെന്റ് എക്സാം പറയുന്നത് 3 സബ്ജക്റ്റിന് സാധിക്കുമായിരുന്നു. പക്ഷെ +2 അങ്ങനെയല്ല, മാക്സിമം ഒരു സബ്ജക്റ്റിന് മാത്രമാണ് ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻ ഉള്ളത്. സേ എക്സാം നിങ്ങൾക്ക് എല്ലാം പറ്റും, അത് ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ 1 മാത്രമാണ് സാധിക്കുന്നത്. മക്കൾ നോട്ട് ഡൗൺ ചെയ്യുക. അതേപോലെ സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് സാധിക്കുന്നതായിരിക്കില്ല. ഇനി ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സേ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെർ സബ്ജക്റ്റിന് നമുക്ക് 150 രൂപയാണ് വരുന്നത്. അതേസമയം ഇംപ്രൂവ്മെന്റ് എക്സാമിനാണെങ്കിൽ പെർ സബ്ജക്റ്റ് നമുക്ക് 500 രൂപ വരും. അതേപോലെ തന്നെ സേ എക്സാം സബ്ജക്റ്റ് തന്നെ വിത്ത് പ്രാക്ടിക്കൽ ആണെങ്കിൽ 175 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരിക. ഇതൊക്കെ മക്കൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, അപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 27-ാം തീയതി വരെയാണ്. ആക്ച്വലി 29 വരെ പറ്റും, പക്ഷെ 29 എന്ന് പറയുമ്പോൾ ഫൈനോട് കൂടെ ഡേറ്റ് ആണ്. മക്കൾ എന്ത് ചെയ്യുക, മെയ് 27-നുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു അപ്ലിക്കേഷനൊക്കെ മാക്സിമം സബ്മിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുക. അതേപോലെ ഡേറ്റ് നിങ്ങൾ വന്നത് കണ്ട് കാണും, ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഡേറ്റ് ഒക്കെ തന്നെ. അതായത് മക്കളെ ജൂൺ മാസം 23 മുതൽ 27-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. ഇപ്പോൾ ടൈം ടേബിൾ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവും അറിയില്ല, എന്നാലും മക്കൾ നോട്ട് ഡൗൺ ചെയ്തൊക്കെ സബ്ജക്ട് മിസ് പറഞ്ഞുതരാം. ജൂൺ 23-ാം തീയതി നിങ്ങൾക്ക് 2 എക്സാമാണ് വരുന്നത്. അതായത് ഫോർനൂണിൽ നമ്മൾ എന്താണ് ലാംഗ്വേജ് ആണ് വരുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ആഫ്റ്റർനൂണിൽ കെമിസ്ട്രി ആണ് വരുന്നത്. ജൂൺ 24-ാം തീയതി നമുക്ക് ഇംഗ്ലീഷ് ആണ് ഫോർനൂണിൽ വരുന്നത്. ജൂൺ 25-ന് ഫോർനൂണിൽ നമുക്ക് മാത്സ് വരുന്നുണ്ട്. ജൂൺ 26-ന് ഫോർനൂണിൽ ഫിസിക്സ്. ജൂൺ 27-ന് അതേപോലെ ബയോളജിയാണ് വരുന്നത്. ആൻഡ് ബയോളജിയുടെ മറ്റൊരു കാര്യം പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ബോട്ടണി മാത്രമാണ് ഇപ്പോൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെ പറ്റില്ല, ബോട്ടണി മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബോട്ടണി സോളജി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കൺവേ ഉദ്ദേശിച്ചിരിക്കുന്നത്. മക്കൾ ഇത്തരം ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യുക, മക്കളെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും എന്ത് ചെയ്യേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. പറ്റുന്ന പോലെ നല്ലോണം പഠിക്കുക. എക്സാം അടുത്ത മാസം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ സമയമുണ്ട്. എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക, നല്ലോണം പഠിച്ചിട്ട് എക്സാം ഒക്കെ എഴുതുക, സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ എഴുതുക. മറ്റൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, ഇപ്പം മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് നീറ്റ് ജെയ് താല്പര്യമുള്ളവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം നീറ്റ് ജെയ് റിപ്പീറ്റിന് പോകാൻ ആഗ്രഹിച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോയ കുറേ മക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അവരോടാണ് മക്കളെ, അതായത് നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സാറ്റ് എക്സാം ആണ്. അതായത് മക്കൾ സാറ്റ് എക്സാമിൽ എഴുതിക്കൊണ്ട് നല്ലൊരു സ്കോർ കൈവരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% സ്കോളർഷിപ്പോട് കൂടെ തന്നെ നീറ്റ് ജെയ് റിപ്പീറ്റർ കോഴ്സിൽ സൈലത്തിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ടെൻഷൻ ആക്കുക വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാറ്റ് എക്സാമിനൊക്കെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം.